നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആലം സ്റ്റോണ്. ആലം അറിയാത്ത ആൾക്കാരുണ്ടാവത്തില്ല. ഒരു കട്ടിയുള്ള സ്ഫടികം ആയിട്ടുള്ള ഒരു സ്റ്റോണ്, വെള്ള നിറത്തിലുള്ളത്. അതിൻ്റെ ഉപയോഗം ഞാനിപ്പോൾ ആലം സ്റ്റോണിൻ്റെ ഉപയോഗമൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ തെറ്റായ ഉപയോഗം ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സും, എനിക്കറിയില്ല, നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് പേരൊന്നും പറഞ്ഞില്ല, കുറേ പേര് ആലം സ്റ്റോണിൻ്റെ ഇതിങ്ങനെ മുഖത്ത് വളരെ ഉപയോഗിച്ചാൽ ഇത് വളരെ നമുക്ക് നിറം തരുന്നതാണ്, സൗന്ദര്യവർദ്ധകമാണെന്നൊക്കെ പറഞ്ഞിട്ട് 2-3 വീഡിയോസ് കണ്ടു കേട്ടോ. ഒരു ടീനേജർ അയച്ചു തന്നിട്ട് ചോദിച്ചു ഇതുപോലെ ചെയ്താൽ ഡോക്ടറെ നിറം വെക്കുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും ആലം സ്റ്റോൺ എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ തെറ്റായ ഉപയോഗം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കേട്ടോ. തെറ്റായ ഉപയോഗക്രമം തന്നെയാണ് ഞാൻ ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആലം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു ഇൻഓർഗാനിക് ആയിട്ടുള്ള, ഓർഗാനിക് അല്ല, നാച്ചുറൽ അല്ല, ഒരു ഇൻഓർഗാനിക് ആയിട്ടുള്ളൊരു പൊട്ടാസ്യം അലുമിനിയം സൾഫേറ്റിൻ്റെ ഒക്കെ ഒരു കെമിക്കൽ ഫോം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒരു ക്രിസ്റ്റലാണ്. അത് ആൻറ്റിസെപ്റ്റിക്കാണ്, ആൻറ്റി ബാക്ടീരിയലാണ്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ കാലത്തൊക്കെ ചെറിയ കട്ടുകൾ, ചെറിയ മുറിവുകളൊക്കെ വരുമ്പോൾ നമ്മൾ ആ മുറിവിൽ റബ്ബ് ചെയ്ത് പെട്ടെന്ന് ബ്ലീഡിങ് നിൽക്കും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ബാർബർ ഷോപ്പിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ ആയിരിക്കും ആലം സ്റ്റോൺസ് കണ്ടിട്ടുണ്ടാവുക. ഷേവ് ചെയ്തൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവുന്ന മുറിവുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ആലം സ്റ്റോൺ റബ്ബ് ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നിനൊരു നല്ല സോഫ്റ്റ് ആവുകയും ബ്ലീഡിങ് നിൽക്കുകയും ആൻറ്റിസെപ്റ്റിക്കും ഒക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്തത് ഇതിൽ മെയിനായിട്ടും ഓയിലി സ്കിന്നുള്ള ആൾക്ക് ആലം സ്റ്റോൺ മുഖത്ത് നന്നായിട്ട് റബ്ബ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് ഞാൻ വീഡിയോയിൽ കണ്ടത്. പക്ഷെ നല്ലതാണ്, പോർസ് ഒക്കെ വരുന്നത് സ്കിൻ ടൈറ്റനിങ് ആണ്, അതാണ് ബ്ലീഡിങ് ഒക്കെ നിൽക്കുന്നത് കേട്ടോ. നല്ലോണം ടൈറ്റൻ ചെയ്യും, പോർസ് ഒക്കെ അടയും. പക്ഷേ ഇതിൻ്റെ യൂസേജ് ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല. വൺസ് ഇൻ എ വൈൽ, നമുക്ക് 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് അങ്ങനത്തെ ഒരു സ്കിന്നിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് കേട്ടോ. സ്ക്രബ് പോലെ ഉപയോഗിക്കരുത്. സ്കിൻ ലൈറ്റനിങ്, ഇതൊരു കെമിക്കൽ ഫോമാണ്. സ്കിൻ ലൈറ്റനിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കളർ വെക്കുന്ന പ്രോപ്പർട്ടി ഇതിന് ഇല്ല. അതുകൊണ്ട് മുഖക്കുരു, ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് മുഖക്കുരു ഒക്കെ പഴുത്ത് പൊട്ടുമ്പോൾ ആലം സ്റ്റോൺ റബ്ബ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ആ ഒരു ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന സെക്രീഷൻസ് ഒക്കെ നിൽക്കാൻ നല്ലതാണ്, കുരു ഒന്ന് ചുങ്ങാൻ നല്ലതാണ്. പക്ഷേ ഒരിക്കലും ഇത് മുഖത്ത് ചില ആൾക്കാർ ഇട്ടാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആലം സ്റ്റോൺ ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കരുത്. ഇതൊരു ലിമിറ്റഡ് ടൈമിലേക്കോ ഒരു മാസത്തിലൊരിക്കലോ ഒക്കെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്ക് പിന്നെ അതിൻ്റെ ഒരു ഉപയോഗം വരുന്നത് നമ്മുടെ അണ്ടർ ആംസിലൊക്കെ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓവറായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് റബ്ബ് ചെയ്യുമ്പോൾ ഓവറായിട്ടും വിയർപ്പിൻ്റെ നാറ്റമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ സ്മെല്ലൊക്കെ മാറി നല്ലൊരു മണം കിട്ടുന്നതെന്ന് മാത്രമാണ്. അതുപോലെ തന്നെ കാലിൻ്റെ ഉപ്പൂറ്റിയിലൊക്കെ നമുക്ക് സ്കിന്ന് കുറച്ച് വരഞ്ഞു കീറുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനൊക്കെ ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. മറ്റേ പ്യൂമിക് സ്റ്റോൺ പോലെയല്ല, എന്നാൽ പോലും ആലം സ്റ്റോണ് അവിടുത്തെ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റാക്കി അല്ലെങ്കിൽ അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് ദുരുപയോഗം പാടില്ല. ഇത് ഒരു സൗന്ദര്യവർദ്ധക വസ്തു അല്ല എന്നാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.